നമസ്കാരം, ഞാൻ രജനി അഭിലാഷ്. ഇന്ത്യയും US തമ്മിലുള്ള കരാർ ഇനി അധികം താമസിയാതെ നിലവിൽ വരും. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചേർന്ന് ഇന്ത്യ-US വ്യാപാര കരാർ പ്രഖ്യാപിച്ചത്. ഈ വർഷം സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങൾ അന്തിമമാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ആദ്യഘട്ടത്തിന്റെ ഭാഗമായി മൾട്ടി സെക്ടർ കരാറായിട്ടാണ് നിർദ്ദിഷ്ട കരാർ വിഭാവനം ചെയ്തത്. ജൂൺ അവസാനത്തോടെ അന്തിമമാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ഇടക്കാല കരാറിനെ കുറിച്ചുള്ള ചർച്ചകളും മുന്നോട്ട് കൊണ്ടുപോകുന്നതായി US നിന്നുള്ള പ്രതിനിധി സംഘം നിലവിൽ ഇന്ത്യ സന്ദർശിക്കുന്നുണ്ട്. ഈ കരാറിന്റെ അവസാന ഘട്ടത്തിലാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നതെന്നും US വാണിജ്യ സെക്രട്ടറി ഹോവാർഡ് ലുട്നിക് വ്യക്തമാക്കി. ആദ്യം സമ്മതിച്ച കരാറുകളിലൊന്നായതിനാൽ ഇന്ത്യക്ക് കൂടുതൽ അനുകൂലമായ നിബന്ധനകൾ ലഭിച്ചേക്കാമെന്നും ഞായറാഴ്ച നടന്ന US ഇന്ത്യ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് ഫോറത്തിൽ 8ാം പതിപ്പിൽ മുഖ്യപ്രഭാഷണത്തിനിടെ വ്യക്തമാക്കി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം ഗണ്യമായി വികസിപ്പിക്കുന്നതിനുള്ള ഉഭയകക്ഷി കരാർ അന്തിമമാക്കുന്നതിനായി സജീവമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് തിങ്കളാഴ്ച ഫ്രാൻസിൽ മാധ്യമങ്ങളോട് സംസാരിക്കെ പീയൂഷ് ഗോയൽ പറഞ്ഞിരുന്നു. ഇരു രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും പരസ്പരമുള്ള വ്യാപാരങ്ങൾക്ക് മുൻഗണന നൽകാൻ ഇരു രാജ്യങ്ങളും ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിവിധ മേഖലകളിലെ പ്രതിസന്ധികൾക്ക് നയതന്ത്ര നീക്കത്തിലൂടെ പരിഹാരം കാണാൻ ഇന്ത്യയും അമേരിക്കയും വ്യാപാരം, നയതന്ത്രം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലാണ് പ്രധാനമായും ചർച്ച നടക്കുക. വ്യാപാര രംഗത്ത് അമേരിക്ക ഇന്ത്യയിൽ നിന്നുള്ള സ്റ്റീൽ, അലുമിനിയം ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്താൻ സാധ്യതയുള്ള 50% അധിക നികുതി സംബന്ധിച്ച ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. ഇത് ഒഴിവാക്കാനുള്ള ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ചർച്ചകൾക്ക് പ്രാധാന്യം നൽകണമെന്ന് ഗ്ലോബൽ ട്രേഡ് റിസർച്ച് ഇനിഷ്യേറ്റീവ് ഇന്ത്യയോട് വ്യക്തമാക്കുന്നുണ്ട്. പ്രതികാര നടപടികളോ ലോക വ്യാപാര സംഘടനയെ സമീപിക്കുന്നതോ ഒഴിവാക്കി ചർച്ചകളിലുടനീളം പരിഹാരം കാണാനാണ് ശ്രമം. ഇരു രാജ്യങ്ങളും തമ്മിൽ ഇടക്കാല വ്യാപാര കരാറിനായുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഈ മാസം അവസാനത്തോടെ ഈ കരാർ യാഥാർത്ഥ്യമാക്കാനാണ് ലക്ഷ്യമിടുന്നത്. അമേരിക്കൻ ഉദ്യോഗസ്ഥരുടെ സംഘം ഈ ആഴ്ച ഇന്ത്യയിലെത്തി ചർച്ചകൾ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏപ്രിൽ 2-ന് അമേരിക്ക പ്രഖ്യാപിച്ച അധിക നികുതി പൂർണ്ണമായും പിൻവലിക്കണമെന്നും ഇന്ത്യ ആവശ്യപ്പെടുന്നുണ്ട്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക്, പ്രത്യേകിച്ച് തുണിത്തരങ്ങൾ, പാദരക്ഷകൾ തുടങ്ങിയവയ്ക്ക് അമേരിക്കൻ വിപണികൾ നികുതി ഇളവ് ലഭിക്കുന്നതിനും ഇന്ത്യ ശ്രമിക്കുന്നുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കുന്നതിൽ വ്യാപാര കരാറുകൾ ഉപാധിയായി ഉപയോഗിച്ചു എന്ന വെളിപ്പെടുത്തലും വന്നിട്ടുണ്ട്. നേരത്തെ ട്രംപ് ഭരണകൂടം ഉന്നയിച്ച ഈ അവകാശവാദം ഇന്ത്യ തള്ളിക്കളഞ്ഞിരുന്നു. ഇതിനു പുറമെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി 33 രാജ്യങ്ങൾ സന്ദർശിച്ച ഇന്ത്യൻ പ്രതിനിധി സംഘം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ നിലപാടും ആഗോളതലത്തിലുള്ള പ്രതികരണങ്ങളും യോഗത്തിൽ ചർച്ചയാകും. വിദേശകാര്യമന്ത്രി S. ജയശങ്കറുമായി പ്രതിനിധി സംഘം കൂടിക്കാഴ്ച നടത്തിയിരുന്നു.